തിരുവനന്തപുരം DCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല KPCC വൈസ് പ്രസിഡന്റ് N ശക്തന് വിവാദ ഫോൺ സംഭാഷണത്തിൽ കുരുങ്ങി പാലോട് രവി രാജിവെച്ചതിന് പിന്നാലെയാണ് ചുമതല. ചെയ്യാത്ത കുറ്റത്തിനാണ് പാലോട് രവിക്കുള്ള ശിക്ഷ എന്നാണ് N ശക്തന്റെ പ്രതികരണം. തിരുവനന്തപുരം DCCയുടെ താൽക്കാലിക ചുമതലയാണ് N ശക്തന് നൽകിയത്. അടുത്ത മാസം പുനഃസംഘടനയിൽ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കും. തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിയിൽ പരിഹാരം കാണാനാണ് മുതിർന്ന നേതാവിനെ തന്നെ ചുമതലപ്പെടുത്തിയത്. പാലോട് രവിയെ ന്യായീകരിച്ചായിരുന്നു N ശക്തന്റെ പ്രതികരണം. അതിൻ്റെ പൂർണ്ണ തോതിലുള്ള സംഭാഷണം ഞാൻ കേൾക്കുകയുണ്ടായി. സത്യത്തിൽ അത് കേട്ടപ്പോഴാണ് DCC പ്രസിഡന്റിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നത്. രാജി ചോദിച്ചു വാങ്ങിയതാണോ എന്ന ചോദ്യത്തിന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മറുപടി ഇങ്ങനെ: രാജിക്കത്ത് കിട്ടി, അത് സ്വീകരിച്ചു. അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക. ഫോൺ സംഭാഷണം സുഹൃത്തിന് അയച്ചു കൊടുത്തതാണെന്നും വീഴ്ചയുണ്ടായെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ A ജലീൽ 24-നോട് പറഞ്ഞു. KPCC പ്രസിഡന്റ് എന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കി, അത് സസന്തോഷം സ്വീകരിക്കുന്നു. തീർച്ചയായിട്ടും 100% വീഴ്ചയാണ്. അത് എൻ്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്. ഞാൻ ആ മറ്റേയാളിനെ അയച്ചു കൊടുത്തത്. പക്ഷെ അവിടെ നിന്ന് പല പാർട്ടി ആൾക്കാർക്കും ഈ വോയിസ് മെസ്സേജ് പോയി. രാജിക്ക് പിന്നാലെ പാലോട് രവി മാധ്യമങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയാണ്. അതിനിടെ പാലോട് രവിയുടെ ജന്മനാട്ടിൽ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകർ മധുര വിതരണം നടത്തി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.